ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നീതൂസ് ആൻഡ് ന്യൂസിലാൻഡ്. ഇന്ന് നമ്മുടെ സൗത്ത് ഐലാൻഡ് ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് ഇപ്പോൾ ഉള്ളത് വനാക്കയിലാണ്. അപ്പോൾ വനാക്ക ട്രീ എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. വനാക്ക ലേക്കിലാണ് അതുള്ളത്. അത് കാണാനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളാണ്. എന്താ പറയുക, വളരെ മനോഹരമായിരുന്നു. എപ്പോഴും ഇത് പറയേണ്ട ആവശ്യമില്ലെന്നറിയാം, എന്നാലും ഓട്ടം ആയതുകൊണ്ട് തന്നെ എല്ലാ ചെടികളുടെ ഇലകളും പല കളറിലായിരുന്നു. പിന്നെ കുറേ പാർക്കിംഗ് ഏരിയാസ് കണ്ടോ. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ കാറ് പാർക്ക് ചെയ്ത് അവിടെയൊക്കെ കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം. നമ്മൾ നേരെ വനാക്കയിലേക്കാണ് വിട്ടത്. വനാക്ക ലേക്കാണ് ഈ കാണുന്നത്. ഈ ലേക്കിൻ്റെ ഉള്ളിലാണ് ഈ ട്രീ നിൽക്കുന്നത്. 80 വർഷമായിട്ട് ഈ ട്രീ ഒരു കേടുപാടുകളില്ലാതെ ആ ലേക്കിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ്. അപ്പോൾ ഓരോ സീസണിലും ഓരോ ഭംഗിയാണ് ആ ട്രീക്ക്. നമ്മൾ ഓട്ടത്തിൽ പോയ കാരണം ആ ട്രീയിൽ നിറച്ച ഇലകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വിൻ്ററിൽ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകളൊക്കെ കൊഴിഞ്ഞിട്ടായിരിക്കും. ഇതാണ് ആ ട്രീയുടെ വീഡിയോസ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഫോട്ടോസ് ഞാനിവിടെ ആഡ് ചെയ്യാണ്. അപ്പോൾ ഇത് എന്താ പറയുക, ശരിക്കും ആ വെള്ളത്തിൻ്റെ ഉള്ളിലാണ് ഈ ട്രീ നിൽക്കുന്നത്. അങ്ങനെ ട്രീയുടെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പസിൽ വേൾഡിലെത്തി. പസിൽ വേൾഡ് വനാക്ക തന്നെയാണുള്ളത്. ടെസ്റ്റ് യുവർ ബ്രെയിൻ എന്നാണ് പസിൽ വേൾഡിനെ കുറിച്ച് പറയണത്. അതായത് നമുക്ക് നമ്മുടെ ബ്രെയിനിനെ വിശ്വസിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ. അങ്ങനെ ഇവിടെ ഒരു 6 റൂമുണ്ട്. 6 റൂമിൽ വ്യത്യസ്തമായ കാര്യങ്ങളാണ്. അത് വഴിയെ ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ കണ്ടോ, തലകുത്തി നിൽക്കണ ഒരു, അതായത് വീഴാൻ പോകുന്ന ഒരു വീട്. അത് നമുക്ക് ഫോട്ടോ എടുക്കാം. നമുക്ക് ആ വീട് തള്ളി മറിച്ചിടണ പോലെ ഫോട്ടോ എടുക്കാം. അപ്പുറത്ത് നിൽക്കുമ്പോൾ ആ വീട് നമ്മൾ താങ്ങി നിൽക്കണ പോലെ ഫോട്ടോ എടുക്കാം. പക്ഷെ അത് നല്ലൊരു, എന്താ പറയുക, നമുക്ക് കുറച്ച് അതിശയം തോന്നുന്ന ഒരു കൺസ്ട്രക്ഷനാണ്. പിന്നെ ഇവിടെ ഒരു ഫാമിലി പാക്ക് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ കയ്യിൽ അവർ ഒരു സീല് വെച്ച് തരും. ആ സീല് നമ്മൾ ആദ്യം കിടക്കണ ആ റൂമിനകത്ത് ആ സീല് നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എൻട്രി, അതായത് നമുക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റുള്ളൂ. കണ്ടോ, ഇതുപോലെ സ്കാൻ ചെയ്യണം. അപ്പോൾ അത് ഓപ്പൺ ആവും, നമുക്ക് കിടക്കാം. പിന്നെ വീണ്ടും അത് ക്ലോസ്ഡ് ആവും. പിന്നെ നമുക്ക് എക്സിറ്റ് വേറെ ഭാഗമാണ്. അപ്പോൾ ആദ്യം നമ്മൾ കിടക്കുമ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഈ കണ്ടോ ആ കുത്ത് ആയിട്ട് റെഡ് സ്പോട്ടായിട്ടുള്ള അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇങ്ങനെ നമ്മൾ വെറുതെ കണ്ണുകൊണ്ട് നോക്കി കഴിഞ്ഞാൽ ഇത് വെറുതെ കുറേ ഡോട്ട്സുകൾ മാത്രമാണ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾ ക്യാമറയിലെ കൂടെ കാണാനാണ് കറക്റ്റായിട്ട് ഇപ്പോൾ ഇത് ഫ്രോഗ് അങ്ങനെയൊക്കെ നമുക്ക് അറിയണത്. അപ്പോൾ നമ്മൾ മൊബൈൽ ഓൺ ചെയ്തിട്ട് വേണം നമ്മൾ ഈ റൂമിൽ മൊത്തം കാര്യങ്ങൾ കാണാം. നമ്മൾ കയറുമ്പോൾ തന്നെ അവർ നമുക്കൊരു ബുക്ക്ലെറ്റ് തരും. ഇൻസ്ട്രക്ഷനിൽ ഏതൊക്കെ റൂമുകളുണ്ട്, ഏതൊക്കെ റൂമിൽ നമുക്ക് എൻട്രി ചെയ്യാം. പിന്നെ ചില റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട്. ഹാർട്ട് ഡിസീസ്, പിന്നെ പേസ് മേക്ക്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ചില റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട് ചില റൂമിന്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. പിന്നെ ഈ റൂമിൽ അവർ എഴുതിയേക്കണ ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ യൂസ് ചെയ്യാം. അപ്പോൾ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ നമുക്കിത് കുറേ പിക്ചേഴ്സ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ശരിക്കും ഇത് ഡോട്ട്സ് മാത്രമായിട്ടാണ്, ഞാൻ മൊബൈൽ എടുക്കുമ്പോൾ ഡോട്ട്സ് മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. നടന്ന് നമുക്ക് ഓരോ പിക്ചേഴ്സും നമുക്ക് കാണാം. ഒത്തിരി അനിമൽസിൻ്റെ ആണ് കൂടുതൽ. പിന്നെ നമ്മൾ എത്തിയത് ഒരു നോൺ ഗ്രാവിറ്റി റൂമിലേക്കാണ്. നോൺ ഗ്രാവിറ്റി റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റി ഇല്ല, അത്ര തന്നെ. അതായത് നമ്മുടെ ഭൂമിയിൽ ഗ്രാവിറ്റി ഇല്ലാതായ എത്രമാത്രം ബുദ്ധിമുട്ടാണ്, ഏതൊക്കെ തരത്തിലുള്ള എക്സ്പീരിയൻസാണ് നമുക്ക് ഉണ്ടാവാമെന്ന് നമുക്ക് ഈ റൂമിൽ നിന്ന് ഏകദേശം ഒക്കെ പിടികിട്ടും. അപ്പോൾ ഈ നടക്കണ കാണുമ്പോൾ തന്നെ അറിയാം ഒത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഗ്രാവിറ്റി നമ്മളെ എന്തൊക്കെ കാര്യങ്ങൾ, ഇപ്പം നമ്മൾ നടക്കുന്നതും ഓടുന്നതും അങ്ങനെ എത്ര കാര്യങ്ങളും നമ്മളെ ഹെൽപ്പ് ചെയ്യണമെന്ന് നമുക്ക് ഈ റൂമിലെത്തുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട്, അതില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ആളുകളൊക്കെ ഇങ്ങനെ വളഞ്ഞ് നിൽക്കണ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? കണ്ടോ, കുട്ടികളൊക്കെ വീഴാൻ പോവാണ്. നല്ലൊരു, എന്താ പറയുക, ബുദ്ധിമുട്ടി തന്നെ നമ്മൾ ബാലൻസ് ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ നടക്കാനായിട്ട്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ശരിക്കും ഹൈറ്റുള്ളവർ വളഞ്ഞു നിൽക്കുന്നത് നമുക്ക് ശരിക്കും മനസ്സിലാവാം. ശരിക്കും
പിന്നെ ഈ ചെയറിലിരുന്നാൽ നമുക്ക് മുകളിലെത്താം. ഇതൊരു ഇലക്ട്രിക് പവറൊന്നും ആയിട്ട് കണക്റ്റഡ് അല്ല, ഗ്രാവിറ്റിക്ക് എതിരായിട്ട് വർക്ക് ചെയ്യുന്ന ചെയറാണ്. പിന്നെ അടുത്തത് നമ്മൾ എന്താ പറയുക, ഒരു റൂമിലെത്തിയത് ഒത്തിരി മുഖങ്ങൾ, അതും ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മുഖങ്ങൾ. ആ മുഖങ്ങൾ നമ്മൾ ഏത് ഡയറക്ഷനിലോട്ട് നമ്മൾ നീങ്ങിയാലും നമ്മളെ തന്നെ നോക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് നീങ്ങുമ്പോൾ ആ മുഖങ്ങൾ നമ്മളെ തന്നെ ഇങ്ങനെ നോക്കിക്കണ്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ഫീലാണ് നമുക്ക്. പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ അടുത്ത് നോക്കുമ്പോൾ ഈ മുഖങ്ങൾ ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യണത് അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണ പോലെയല്ലേ. പക്ഷെ അത് പ്രൊജക്റ്റ് ചെയ്തിട്ടല്ല, ഉള്ളിലേക്ക് കുഴിഞ്ഞാണ് അവരുണ്ടാക്കി വെച്ചേക്കണത്. പിന്നെ ഇതൊരു ഹോളോഗ്രാം ആയിരുന്നു. നമുക്കൊരു ശരിക്കും ഒരു പേഴ്സൺ അവിടെ നിന്ന് സംസാരിക്കണ പോലെ ഒരു ഫീലാണ് ഇത് കാണുമ്പോൾ ഉണ്ടായിരുന്നത്. കുറച്ച് ഇൻസ്ട്രക്ഷൻസൊക്കെ ആയിരുന്നു അത് തന്നത്. ഇതൊക്കെ പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതായത് ഓരോ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഓരോ ഫോട്ടോയ്ക്ക് തന്നെ ഡിഫറെൻറ്റ് ലുക്ക് വരുന്നത്. അതായത് സെയിം ഫോട്ടോ ആയിരിക്കും, പക്ഷെ അവരുടെ എന്തെങ്കിലും ആക്സസറീസിൽ വ്യത്യാസം വരണം. അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ ബീച്ച് സൈഡിലൊക്കെ കുറേ ബ്ലാക്ക് മാജിക് പോലെ ചെയ്യണ സംഭവം, അത് ഭയങ്കര കുട്ടികൾക്കൊക്കെ ഒരു എന്താ പറയുക, നല്ല രസമായിരുന്നു. അത് നമ്മൾ തൊടുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഒരു ഇലക്ട്രിക് ഷോക്ക് പോലെ ഒരു ഫീലും ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസാണ് ഇതൊക്കെ, സിമ്പിളായിട്ടുള്ള കുറച്ച് ഫോട്ടോസ്. പക്ഷെ അതിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് നേരിട്ട് കാണുമ്പോൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി നമുക്കൊരു എന്താ പറയുക, ഒരു സ്പെഷ്യാലിറ്റി ഫീൽ ചെയ്യും. അത്രേ തന്നെയുള്ളൂ. ഒരു നോർമൽ ഫോട്ടോയിലുപരി നമുക്കത് എന്താ പറയുക, ഒരു ചെറിയൊരു വെറൈറ്റി. ഇതെല്ലാം കണ്ട് നെക്സ്റ്റ് നമ്മൾ പോയതാണ്. ഇത് നമ്മൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഒരു സെയിം റൂമിൽ ഒരു വാതിലൂടെ കയറുമ്പോൾ നമ്മൾ ചെറിയൊരാളായിട്ട് തോന്നുന്നതും, നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അത് നമ്മൾ വലിയ ഹൈറ്റുള്ള ഒരാളായിട്ട് തോന്നുന്നു. അത് ശരിക്കും എന്താണെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളുടെ ഹൈറ്റ് ഡിഫറൻസ് വരുന്നതൊന്നുമല്ല, അതിൻ്റെ റൂഫ്, അതായത് റൂഫും ഫ്ലോറും തമ്മിലുള്ള ഹൈറ്റ് അവർ അതുപോലെയാണ് എന്താ പറയുക, ചെരിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് നമ്മൾ കയറുമ്പോൾ ഹൈറ്റ് കൂടുതലും ഇറങ്ങുമ്പോൾ ഹൈറ്റ് കുറവായിരിക്കും. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ കുറച്ച് എന്താ പറയുക, നമ്മളിൽ ചെറിയൊരു കൗതുകം ഉണർത്തുന്ന രീതിയിലുള്ള കുറച്ച് ചില പിക്ചേഴ്സും ചില ആർട്ട് വർക്കുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഒത്തിരി എന്താ പറയുക, നമുക്ക് ഒത്തിരി എക്സൈറ്റ്മെൻറ്റ് തരുന്ന കാര്യങ്ങളൊന്നും അല്ലെങ്കിലും നല്ല ക്യൂട്ടായിട്ട് നമ്മൾ ഒന്ന് നോക്കി നിന്ന് പോകുന്ന തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു. പിന്നെ വലിയൊരു പൈപ്പ്, ഈ പൈപ്പിൽ വെള്ളം ഇങ്ങനെ വീണ പോലത്തുള്ള എഫക്റ്റ് ഉണ്ടാക്കണതിൻ്റെ എന്താ പറയുക സീക്രട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. പിന്നെ ഈ ഒരു എന്താ പറയുക, ആ അപ്പൂപ്പൻ ശരിക്കും ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും, ശരിക്കും ഒരാൾ അങ്ങനെ അവിടെ നോക്കാൻ നിർത്തിയേക്കാണോ എന്ന് തോന്നും നമുക്ക്. പിന്നെ ഇതൊരു ടെലിഫോൺ ബൂത്താണ്. അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, നമ്മൾ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയത്തില്ല, കുറച്ച് അതായത് താഴോട്ട് കുറേ നമുക്കിങ്ങനെ ആഴത്തിലേക്ക് നിൽക്കണ പോലെ തോന്നും. പിന്നെ ഇവരൊക്കെ മേക്ക് ചെയ്ത് വെച്ചേക്കണ കുറച്ച് ഫുഡ് ഐറ്റംസാണ്. ഇതൊന്നും ഒറിജിനലല്ല. പിന്നെ ഈ കണ്ടോ, ഈ കുപ്പി ഇങ്ങനെ ആ റോപ്പിൽ നിൽക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ആ റോപ്പിൻ്റെ ഉള്ളിൽ ഒരു എന്തെങ്കിലും സ്റ്റിഫായിട്ടുള്ള ഒരു കമ്പി ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇത് പണ്ടത്തെ ഒരു തയ്യൽ മെഷീൻ. ഇത് നമുക്ക് കണ്ട് വലിയ പ്രത്യേകതയൊന്നും തോന്നേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ നമുക്ക് കാണാം ഈ ഐറ്റംസൊക്കെ. പിന്നെ ഇത് 2 മുഖങ്ങളാണ്. നമുക്ക് സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് ആ ഇതായിട്ട് തോന്നുള്ളൂ, അല്ലെങ്കിൽ നമുക്കൊരു ഫ്ലവേഴ്സ് ഇരിക്കണ രീതിയിലാണ് തോന്നുള്ളൂ. ഇത് കുറേ പിക്ചേഴ്സ്, കുറേ കളേഴ്സ് ഉണ്ട്. പിന്നെ ഇത് എന്താ പറയുക, ഈ ബ്രിക്സ് അടക്കി വെച്ചേക്കണ പോലെ, പക്ഷേ ഇത് എന്താ കണ്ടോ, അത് അടക്കി വെച്ചേക്കണ ഒരു പ്രത്യേകത കണ്ടോ. അപ്പം നമുക്ക് ആ വോള് കറക്റ്റ് നമ്മൾ സാധാരണ വോള് ചെയ്തേക്കണ പോലെ അല്ല ചെയ്തതെന്നുള്ള ഒരു ഫീല് വരുന്നു. ഇതൊക്കെ സിമ്പിളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇത് എന്താ പറയുക, ഇതൊക്കെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണെന്ന് തോന്നുന്നു. കുറേ മൃഗങ്ങൾ ഒന്നിച്ച്
പിന്നെ നമ്മൾ തിരിച്ചിറങ്ങണതും നമ്മൾ കയറിയ വഴി നിങ്ങൾ കണ്ടിരിക്കുമല്ലോ, അതുപോലത്തെ തന്നെ ഒരു നടപ്പാതയാണ് തിരിച്ചിറങ്ങണത്. ഇത്രയാണ് അതിൻ്റെ ഉള്ളിലുള്ളത് പസിൽ വേൾഡ്. എന്താ പറയുക, നമുക്ക് ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ ഒത്തിരി എൻജോയ് ചെയ്യും. നമുക്കും ഒരു വട്ടമൊക്കെ കാണാനുള്ള സംഭവം ഉണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ എന്താ പറയുക, ആസ് യൂഷ്വൽ ചെയ്യണ പോലെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത്, ഗ്രൂപ്പ് ഫോട്ടോസും നമ്മളെ മെമ്മറീസ് സൂക്ഷിക്കാനായിട്ട് കുറേ ഗ്രൂപ്പ് ഫോട്ടോസ് എടുത്തു. പിന്നെ അവരുടെ പുറത്തെ അറേഞ്ച്മെൻറ്റൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെയാണ് എത്തിയത്, ഹോട്ട് സ്ട്രക്സ് സ്കോട്ട് ടൂസ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ക്യാൻസർ സൊസൈറ്റി. അതായത് ബ്രസ്റ്റ് ക്യാൻസറിനെതിരായിട്ട് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ അവെയർനെസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത ബ്രാ നമുക്കവിടെ തൂക്കിയിടാം. അങ്ങനെ ഇഷ്ടം പോലെ എന്താ പറയുക, നല്ല വെറൈറ്റി ഓഫ് ഞാൻ ഒരു ഇന്നർവെയർ ഷോപ്പിൽ ചെന്നാൽ ഇത്രയും വെറൈറ്റീസ് നമുക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ഇതൊരു ഫേമസ് സ്പോട്ടാണ്. അപ്പോൾ സൗത്ത് ഐലൻഡിൽ പോണവർ കുറേ പേര്, എല്ലാവരും തന്നെ ഇവിടെ ഈ സ്പോട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കണത് കണ്ടിട്ടുണ്ട്, ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വരുന്ന വഴിക്ക് ഈ സ്പോട്ടും കവർ ചെയ്തു. പിന്നെ അവിടെ തന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു വ്യൂ പോയിൻ്റ്, അതായത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങ് ദൂരെ ക്യൂൻസ് ടൗൺ കാണാമെന്നാണ് പറയണത്. അപ്പോൾ കുറച്ചൊരു സ്കെയറി ആയിട്ടുള്ള വ്യൂ പോയിൻ്റാണ് കേട്ടോ ഇത്. അപ്പോൾ എന്താ പറയുക, പക്ഷേ നമ്മൾ കയറി ചെല്ലുന്ന അത് കാണുമ്പോൾ ഒരു രസമാണ്. പിന്നെയാണ് മക്കളെ നമ്മളൊരു ആരോ ടൗണിൽ എത്തിയത്. ആരോ ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എന്താ പറയുക, ഒരു കൊച്ചു ഗ്രാമം എന്ന് പറയില്ലേ, പണ്ടത്തെ സംഭവങ്ങളൊക്കെ അതുപോലെ തന്നെ ഇപ്പോഴും നിലനിർത്തി പോരുന്ന ഒരു കൊച്ചു ഗ്രാമം. ടെലിഫോൺ ബൂത്ത്, ഇപ്പം നമ്മൾ പസിൽ വേൾഡിൽ പോയപ്പോഴാണ് അവിടെ ഒരു ടെലിഫോൺ ബൂത്ത് വെച്ചത് അവരൊരു എന്താ പറയുക നമുക്ക് അതായത് ഒരു മ്യൂസിയം പോലെ. ഇത് ഇവിടെ റോഡ് സൈഡിൽ തന്നെ ഒരു ടെലിഫോൺ ബൂത്ത്. പിന്നെ അവരുടെ പണ്ട് എങ്ങനെയായിരുന്നു ന്യൂസിലാൻഡിലെ ബുക്ക് ഷോപ്പുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, റോഡുകൾ. പിന്നെ ഈ റോഡിൽ വെച്ചിട്ട് നമ്മുടെ ദിലീപിൻ്റെ, കാവ്യ മാധവൻ്റെയും മറ്റേ ചിരിമണി മുല്ല ചിത്തിര മുല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ സോങ്ങിലൊരു ഭാഗം ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ആ സോങ് കണ്ടപ്പോഴാണ് ഇത് നമ്മൾ പോയതാണല്ലോ എന്നുള്ളൊരു ഫീല് വന്നത്. കാരണം നമ്മൾ മുന്നേ സോങ് കാണുമ്പോൾ നമ്മൾ ന്യൂസിലാൻഡ് കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ പിന്നെ നമ്മളിവിടെ കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ക്യാൻഡി ഷോപ്പിലെത്തി. എൻ്റെ പൊന്നു, എത്ര വെറൈറ്റി ഓഫ് ക്യാൻഡീസാണ് ഇവിടെയെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എക്സ്പെൻസീവാണ്. ഇതിപ്പോൾ ഈ ഷോപ്പ് മൊത്തം വാങ്ങാനൊന്നും നമുക്ക് പറ്റുന്നില്ല ക്യാൻഡീസ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു തുണിക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത്രയും നിറങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ലായിരിക്കും. അത്രയും നിറങ്ങൾ മീൻസ് അത്രയും കളേഴ്സിലും അത്രയും വെറൈറ്റീസിലുള്ള ക്യാൻഡീസ് ഉണ്ട്. കുട്ടികളെ കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നമ്മുടെ ഒരു തുക അവിടെ അവർക്ക് കൊടുത്തിട്ട് വരേണ്ടി വരും. പിന്നെ പല ടേസ്റ്റ്, ഇപ്പോൾ നമ്മൾ ക്യാൻഡീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരണത് എന്താ, മധുരം. പക്ഷെ മധുരം മാത്രമല്ല, പുളിയും അങ്ങനെ എല്ലാ ടേസ്റ്റുള്ള ക്യാൻഡീസ് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഒരു വട്ടമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ സൗത്ത് ഐലാൻഡ് പോകുമ്പോൾ ഒട്ടും മിസ് ചെയ്യരുത് ഈ സ്ഥലം. കണ്ടോ, ഇതൊരു ഓട്ടോറിക്ഷയുടെ ഉള്ളിൽ ക്യാൻഡീസ്. അപ്പോൾ കുട്ടികളെ ശരിക്കും ആകർഷിക്കാനായിട്ട് എന്തൊക്കെ വേണമെന്ന് ഇവർക്കറിയാം. അത് കാരണം അതുപോലെ എല്ലാം കുട്ടികളുടെ എന്താ പറയുക കാർട്ടൂൺ ക്യാരക്ടേഴ്സ്, അതായത് അങ്ങനത്തെ. പിന്നെ ഇതേ കണ്ടോ, ഇതെന്താ പെട്രോൾ പമ്പാണോ അതോ മൊബൈൽ, അത് ഗെയിം നമ്മൾ ഗെയിം കളിക്കത്തില്ലേ ടൈം സോണിലൊക്കെ പോയി, അതിൻ്റെ ഇതൊക്കെ ഏതാ ക്യാരക്ടേഴ്സെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കുട്ടികളോട് ചോദിച്ചാൽ അവർക്കറിയാലോ, അവരിങ്ങനെ പേരുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. യൂണിക്കോൺ. പിന്നെ ഈ ക്യാൻഡിയുടെ ഇതിൽ ലൈറ്റ് കത്തണത്, ഫാനുള്ള ക്യാൻഡി, അതായത് ക്യാൻഡി ഇട്ട് വെച്ചേക്കണ ആ ഒരു എന്താണോ അവർ മേക്ക് ചെയ്തേക്കണ ആ ഒരു
സ്ട്രക്ചർ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലായിട്ട് കത്തും. പിന്നെ ചോക്ലേറ്റിൻ്റെ വെറൈറ്റി ഓഫ് കാൻഡീസ്, ഇത് ഭയങ്കര ക്യൂട്ടായിരുന്നു. ഇത് നമ്മൾ മേടിച്ചായിരുന്നു. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു ടോയ്ലറ്റ് ക്യാൻഡിയാണ്. ആ കോലുമിഠായി ഉണ്ടല്ലോ, ആ ടോയ്ലറ്റിൻ്റെ ഉള്ളിലൊരു ഒരു പൊടിയുണ്ട്, ഒരു പുളിയും ഒരു പ്രത്യേക ടേസ്റ്റിലാണ്. എന്നിട്ട് ആ ക്യാൻഡി അതിൻ്റെ ഉള്ളിൽ മുക്കിയിട്ടാണ് കഴിക്കേണ്ടത്. അത് ഇച്ചിരി ഒരു വിയേഡാണെങ്കിലും അത് നമ്മൾ മേടിച്ചായിരുന്നു. അതായത് നമ്മളെപ്പോഴും കിട്ടണ ക്യാൻഡീസ്, ഇതിൽ കുറേയൊക്കെ നമുക്ക് എപ്പോഴും ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ക്യാൻഡീസാണ്. അപ്പം നമ്മൾ ഇവിടെ അതല്ലല്ലോ നമ്മൾ മേടിക്കേണ്ടത്. നമ്മൾ ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ളത് മേടിച്ചാലല്ലേ നമുക്കത്. ഇപ്പോൾ ഇങ്ങനത്തെ ഈ ടോയ്ലറ്റ് ക്യാൻഡിയൊന്നും ഞാനിവിടുത്തെ വേറെയുള്ള സൂപ്പർ മാർക്കറ്റിലൊന്നും ഞാൻ മീൻസ് ഇവിടുത്തെ കൗണ്ട് ഓൺ പാക്ക് ആൻഡ് സെർവ്, ന്യൂ വേൾഡിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ബാക്കി ഇങ്ങനത്തെ ചോക്ലേറ്റ്, ഇങ്ങനത്തെ ക്യാൻഡീസൊക്കെ നമുക്ക് ഓൾറെഡി കിട്ടണതാണ്. പിന്നെ കണ്ടോ, സ്പൈഡർമാനോ സൂപ്പർമാൻ, കേട്ടോ ഫാൻ. നമുക്ക് അപ്പോൾ ഇത് ക്യാൻഡീസ് തിന്നു കഴിഞ്ഞാൽ നമുക്കത് ഇപ്പോൾ ഇത്തിരി സമ്മറിലൊക്കെയാണ് നമ്മൾ ഈ ക്യാൻഡീസ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കത് ഫാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇത് ലൈറ്റ് കത്തണത് പക്ഷെ നല്ല എക്സ്പെൻസീവാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിപ്പോൾ നമ്മുടെ കൂടെ കുട്ടികളെല്ലാം എന്താ പറയുക, ആ ഷോപ്പിൽ കണ്ടപ്പോൾ എന്താ പറയുക, നമ്മുടെ നാഗവല്ലീനെ പോലെ ആയിന്ന് പറയില്ല, അതുപോലെ ആയിരുന്നു ഓരോന്നും. അങ്ങനെ കണ്ടുപിടിച്ചു. അങ്ങനെ കുറച്ചൊക്കെ ക്യാൻഡീസ് നമ്മൾ മേടിച്ചു. നമുക്ക് മുഴുവൻ മേടിക്കാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് വൈകുന്നേരത്തേക്കുള്ള ഫുഡിൻ്റെ നെട്ടോട്ടത്തിലാണ് നമ്മൾ പാക്ക് ആൻഡ് സേവിൽ, അടുത്ത പാക്ക് ആൻഡ് സേവിൽ കയറി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വൈകുന്നേരത്തേക്കും പിറ്റേ ദിവസത്തേക്കുള്ളത് നമ്മൾ മേടിച്ചു. അപ്പം നമ്മൾ സാധാരണ ചെയ്യാമെന്ന് വെച്ചാൽ വൈകുന്നേരം ഒന്നിച്ച് കുക്ക് ചെയ്യും, വൈകുന്നേരത്തേക്കുള്ളതും പിറ്റേ ദിവസം ഉച്ചയ്ക്കുള്ളതും. പിന്നെ ഇതായിരുന്നു നമുക്ക് നമ്മളുടെ അക്കോമഡേഷൻ. നല്ല അടിപൊളിയായിരുന്നു. ഒരൊറ്റ വീടായിരുന്നു, 5 ബെഡ്റൂമുള്ള ഒരൊറ്റ വീടായിരുന്നു, 2 ബാത്റൂമും. ബാത്റൂമിന് ഇവിടെ ന്യൂസിലാൻഡ് ഭയങ്കര പിശുക്കാണ്. ഒരു 15 ബെഡ്റൂം ആണെങ്കിലും 2 ബാത്റൂമിൽ കൂടുതൽ ഞാനിതുവരെ ഒരു പ്രോപ്പർട്ടിയിലും കണ്ടിട്ടില്ല. പിന്നെ നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക, അത്ര തന്നെ ഉള്ളൂ. പക്ഷേ ഇത് നല്ല വീടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി കുറച്ച് നേരം നമ്മൾ കഥയൊക്കെ പറഞ്ഞിരുന്ന് കുറച്ച് ഗെയിംസൊക്കെ കളിച്ച് അന്ന് കിടന്നുറങ്ങി. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ മോർ വീഡിയോസ്.